ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇതൊരു അടിപൊളി ഐറ്റം ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അവലോസ് പൊടി കുറച്ച് സമയമെടുത്ത് കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം കേട്ടോ. ഞാനിത് 1 കിലോ പച്ചരി കുതിർത്ത് പൊടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു വലിയ തേങ്ങ എടുത്തിട്ടുണ്ട്, 4-5 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, കരിഞ്ചീരകം, പാകത്തിന് ഉപ്പ്, ഏലക്ക പൊടിച്ചത്, ചെറിയ ജീരകം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ എടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം വിറകടുപ്പിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഒരു ചുവട് കട്ടിയുള്ള പാത്രം എടുത്തിട്ട് അതിലാണ് ഇത് വറുത്തെടുക്കാൻ പോകുന്നത്. കൈ വിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കൈ എടുത്താൽ അടിയിൽ പെട്ടെന്ന് പിടിക്കും കേട്ടോ, നനഞ്ഞ പൊടിയായതുകൊണ്ടാണ്. ഇനി ഇത് നന്നായിട്ട് കൈവിടാണ്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇത് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം വറുക്കാനുണ്ടാവും കേട്ടോ. അങ്ങനെ ഇത് കൈവിടാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ ഇതാ ജസ്റ്റ് ചെറുതായിട്ടൊക്കെ കളറ് ചേഞ്ചായി വരുന്നുണ്ട്. ഇനി ഇത് കനലിൽ നന്നായിട്ട് ഇളക്കുക. ആദ്യം നല്ല തീയിൽ വറുക്കണം, അതിനുശേഷം കനലിൽ വറുക്കണം കേട്ടോ. അങ്ങനെയാണ് ഇത് ചെയ്യാറ്. അങ്ങനെ ഇതാ നന്നായിട്ട് ഇളക്കി വറുത്ത് റെഡിയായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാനുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യുക. അപ്പോഴേക്ക് നമ്മുടെ അവലോസ് പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സീൻ്റെ ജാറിലിട്ട് പാകത്തിന് പഞ്ചസാരയും നെയ്യും ചേർത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. അങ്ങനെ അവലോസ് പൊടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആർക്കെങ്കിലും അറിയാത്ത ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.